താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. എന്തു പറ്റി? എന്താടാ പ്രശ്നം? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. ഓ പുല്ല്, പെണ്ണ് വിഷയം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പിടുത്തമില്ല. ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. ടിക്കറ്റ് വരെ കൺഫേം ആയി. കാണിച്ചേ. പുല്ല് മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് മറ്റന്നാത്തേക്കല്ലേ? അതിന് മുമ്പ് അവളെ വിളിച്ചിറക്കൊണ്ട് വന്നാൽ പോരെ? എൻ്റെ പൊന്നു അവളെ അങ്ങനെ വിളിച്ചിറക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നുമില്ല. അങ്ങോട്ട് ചെന്നാൽ മതി. അവർ വലിച്ചു കയറി അടുപ്പേ വെക്കും. ഇന്നലെ വിളിച്ചാൽ അവിടെ അമ്മയുടെ അല്ല അമ്മയുടെ ഫോണിൽ. ഓ അങ്ങനെ. അക്കു നീ വിഷമിക്കാതെ, ഫോണല്ലേ പോയുള്ളൂ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്നാ പിന്നെ നീ ഒരു വഴി പറ. നിനക്ക് പോയേ പറ്റത്തുള്ളൂ. ഞാനിവിടെ ആരെ നോക്കി നിൽക്കാനാണ്? ഫാമിലിയിലെ റിലേറ്റീവ്സ് ഇല്ല, ആകെയുള്ളത് നീയാ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അഫെയർ വന്നപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോ. ചെന്നൈക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അവളെ കൂടെ കൊണ്ടുവന്നേ വിചാരിച്ചേ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ അമ്മൂമ്മയുടെ ജാതിയും മതവും. അഷ്റഫേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ടൈമുണ്ടല്ലോ. നീ കുറെ നേരമായിട്ട് പറയാ വഴി ഉണ്ടാക്കാൻ വഴി, എങ്കിൽ വാ വഴി ഉണ്ടാക്കുക വാ. അവൻ്റെ ഒരു വഴി. എടാ, ഈ ഫോണും ചാറ്റും വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. നീ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കി. പുറകിലാലോ? അങ്ങോട്ടല്ല, നമുക്കേ ഒരു ലെറ്റർ എഴുതി കൊടുത്താലോ? ഫസ്റ്റ് ലെറ്റർ നീ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ അവിടെ അഡ്രസ്സിൽ അയക്കൂ? അവൻ്റെ ലെറ്റർ അല്ല, ആരും അറിയാതെ അവളെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അത് വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാവുന്നതാണ്. നിനക്ക് പണി കിട്ടുമെങ്കിൽ ഞാൻ പോവാം. അതാകുമ്പോൾ അടി കയറിയാൻ ആളുമായി. എന്ത് പ്രശ്നം വന്നാലും ആ ലെറ്റർ ഞാൻ കൊടുത്തിട്ടേ വരത്തുള്ളൂ. അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കാതെ എഴുതേപ്പിക്കടാ പുല്ല്. പുല്ല് ഏത് നേരത്താണ് ദൈവം അവിടെ നിന്ന് പഞ്ചടിക്കാൻ തോന്നിയത്? പണിയൊന്നും കിട്ടത്തില്ല, അവർക്കെന്നെ അറിയത്തില്ല. അഷ്റഫ് എന്നുള്ള പേര് മാത്രമേ അറിയൂ. പിന്നെന്താ പ്രശ്നം? കുഴി വീണിട്ട് ഇത് മാത്രം പോയി. നീ ഇതുവരെ നിർത്തിയില്ലേ ഇത്? കേറ്റ് കല്ല് മേടിക്കാനുള്ള ചുമ്മാ അല്ലാട്ട് മാമാന്ന് വിളിക്കും. ഞാൻ ഏത് മുറുക്കാൻ ചവിക്കുന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നീ ടൈം കളാതെ ഒഴിക്ക്. എന്നാ എഴുതിയേക്കാം. പുറത്തങ്ങോട്ട് മാറി വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ മാവതുപ്പ് തയ്ക്കും. പ്രിയപ്പെട്ട ജീലക്ക്, എനിക്ക് നീ നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഇനി ആരൊക്കെ എതിർത്താലും നിന്നെ വിട്ടാൻ പോവില്ല. എന്തിനു വിട്ടുപോയി കാണൂ? ഇത് മതി. നീ വലിക്കോ? വല്ലപ്പോഴും. എനിക്ക് വലിക്കുന്ന ആൾക്കാരെ കണ്ണെടുത്താ കണ്ണൂടാ. നിർത്തി. പുല്ല് പഞ്ച് കാണിക്കാൻ പോയതാ, വേണ്ടായിരുന്നു. ഇതൊക്കെ നടക്കൂ, ലെറ്ററും കോപ്പും ഒക്കെ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് പറയാടി. എന്നാ ഗുഡ് ലക്ക്. എടാ പോടാ. എങ്ങോട്ട്? എടാ വാടാ. എങ്ങോട്ട്? ലെറ്റർ കൊടുക്കാൻ. ഞാനെന്തിന്? പിന്നെ നീ വേണ്ടേ? ഞാനെന്തിനും കൂടെ, നീ കൊടുത്താ പോരെ? നീങ്ങി വന്നേ, കുറച്ചൊന്നും ഇതൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ ആവേശം. മൂർക്കാൻ മേടിക്കാൻ. എനിക്ക് അടി കിട്ടുമ്പോൾ ഷെയർ ചെയ്യാൻ ആള് വേണം. മൂത്തൊഴിക്കണം. അതൊക്കെ അവന്മാർ അടിക്കുമ്പോൾ തന്നെ വെക്കും. എടാ, ഇതേതാ ഉള്ള റൂം? അതൊക്കെ എനിക്കറിയാം, നീ വാ. ആടാ. എങ്ങോട്ടാ? അകത്തോട്ട്. എന്തിന്? ലെറ്റർ കൊടുക്കാൻ. യവൻ അട്ടി മേടിച്ച് തന്നെ തുടങ്ങും. ഇങ്ങോട്ട് വാ. എടാ, നീയല്ലേ പറഞ്ഞ ലെറ്റർ കൊടുക്കണമെന്ന്? എടാ മൊണ്ണെ, ഇങ്ങോട്ട് വാ. പാമ്പ് വല്ലതും കാണുമോ? ഒരിഞ്ഞ വെയിലെത്തി കാലം എന്നെ എങ്ങോട്ടായി വിളിച്ചോണ്ട് പോകുന്നത്? ഇവൻ ഇത് ഈ മൊണ്ണെ പിടിച്ചോണ്ട് എന്നെ പറഞ്ഞാൽ മതി. നേരത്താണ് ഇവനെ കൊണ്ട് വരാൻ തോന്നി. ഇങ്ങനെ നെഞ്ച് വിരിച്ച് വേണം. കിണറിനൊക്കെ എന്തുമാത്രം ആഴം കാണും. അത് വീണാ തൊലഞ്ഞത് തന്നെ. എടാ, നോക്കിയതേ ഉള്ളൂ. നോക്കിയാലേ വീഡിയോ നിർത്താം. പേടിച്ചു പോയി. നീ എന്ത് പിള്ളേച്ചാൻ കളിക്കുന്നത്? എടാ, പട്ടിയുണ്ടോ? നീ ഉള്ള പെന്തിനാടെ വേറെ പറ്റി. പണ്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഇനിയിപ്പോൾ മുടിഞ്ഞ കാടും. എന്നാണോ ഗേറ്റ് വഴി നേരെ കയറുന്നത്. ഇതിപ്പോൾ എങ്ങനെ കൊടുക്കും?
മരം ഒരു വരം. ഇവന്റെ പോക്ക് കണ്ടാ അറിയാം, അവൻ അടി മേടിച്ച് തരും ഉറപ്പാ. നീ ഇവിടെ നിൽക്കണം. ആ ഞാൻ മേളിൽ കയറി ലെറ്റർ കൊടുത്തിട്ട് വരാം. ആരെങ്കിലും വന്നാ വന്ന ഞാനോടാ ഓടിയ കൊന്നോളെ വന്നി സിഗ്നൽ തരണമെന്ന്. ആടാ ജീരാ ഞാനിതാ വരുന്നു. തളിഞ്ഞൊരു മരം. കേറ് കേറ്. മരം കയറുന്ന അണ്ണാന്റെ കരൾ പറിച്ചെടുത്ത കുരങ്ങന്റെ കരളലിയിക്കുന്ന എങ്ങനെയൻ കരളെ. ഹായ് മാങ്ങ. കോപ്പ് ജെല്ല് തുറന്നിട്ടില്ലല്ലോ. ഇനി ജെല്ല് തുറക്കുന്ന ഇടിക്കേണ്ടി വരും. ഓ പുല്ല്, ഇവൻ ഇതെങ്ങനെ വലിയ കയറിയേ? ആ കുരങ്ങന്റെ അല്ലേ ജന്മം, പിന്നെങ്ങനെ? ഈ മായാവിയുടെ ലുട്ടാപ്പിയുടെ ഒരു കാര്യം. ഈ കോപ്പിലെ നീ എന്തിന് ഇങ്ങോട്ട് കയറി വന്നേ? മാങ്ങ. മാങ്ങയല്ല തേങ്ങ. തേങ്ങയോ? എടാ തേങ്ങ ഇറങ്ങുന്ന താഴെ. ഓ പുല്ല്, ഇവൻ സമ്മതിക്കത്തുമില്ല. വിക്രമനും മുത്തും മരത്തിൽ അല്ല കണ്ട അവിടെ 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 അവിടെ. ഇനി ഇവൻ താഴെ ഇറങ്ങിയിട്ട് വേണം അടുത്ത പണി ഉണ്ടാക്കാൻ. ആരുടെ ഈ ജെല്ല് വണ്ടി പുല്ലെത്തുന്നില്ല. ഈ പുല്ല് കയ്യെത്തൊന്നുമില്ല, ഈ പുല്ല് കിട്ടുന്നില്ല. അയ്യോ 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 വലിച്ചു കേട്ടോ, ഞാൻ കാല് പിടിക്കാ വലിച്ചു കയറ്റി. മരക്കൊം പൊടിഞ്ഞ് വിക്രമനും വീണോ? ആരാടാ അത്? അയ്യോ അയ്യോ വിക്രമൻ. അയ്യോ സുഹൃത്തിന് ചൊറിയാൻ നേരം ലോടി. ചടപടാന്ന് എന്തൊക്കെയോ വീഴുന്നുണ്ടല്ലോ. അയ്യോ മാവാ എഴുന്നേക്ക്. വാ വാ വാ. മാങ്ങ കിട്ടിയോ? ഇതെവിടുന്ന് മൂന്നാം പറഞ്ഞു. അയ്യോ കയ്യില് പോയോ? നിക്കടാ, എന്റെ കയ്യില് പോടാ. കയ്യില് വേണോ ജീവൻ വേണോ? കയ്യില് വേണ്ട, എനിക്ക് ജീവൻ മതിയേ. ചക്കയാണെന്ന് തോന്നുന്നു, വിളഞ്ഞതായിരിക്കണേ ദൈവമേ. ഓ ചക്കയല്ല വാഴയാ. അയ്യോ എന്റെ മാവ്, കുഞ്ഞിന്റെ തലേ മാവ് വീണേ. ഞാൻ മൂകാംബികേന്ന് കൊണ്ടുവന്ന എന്റെ മാവ്. എന്താ ഇവിടെ ചക്ക വെട്ടിയിട്ട് സൗണ്ട് കേട്ടത്? ചക്കയല്ല, നിന്റെ അനിയൻ കളി കൊടുക്കാതാണ് മാവിന്റെ മണക്കൊന്ന് വീണതാ. ഒന്നേ രണ്ട്. എടാ 2 കുപ്പി പിന്നെ കയ്യിലെ മേടിച്ചേർന്നേ. എന്തിനാ അത്ര കുളിപ്പിക്കാണല്ലോ? ജീവൻ വേണേ ഓടാൻ നോക്കണം. ഈശ്വരാ, ചേമ്പല കീറിപ്പോലെ. അയ്യോ എന്റെ മോൻ ചത്തേ. ഇത് എവിടാ ഇത്? ചത്തില്ലേ? മായാവി എന്തി? ഓ പോയില്ലായിരുന്നു. ആ മായാവി. ആരാവി? എന്താ ലുട്ടാപ്പി. ലുട്ടാപ്പി നിന്റെ തന്ത. അത് നിങ്ങളല്ലേ? പറഞ്ഞത് ശരിയാണല്ലോ. ആരാണ്? ആ ഡാഗിനി വല്യമ്മ. ഡാഗിരി വല്യമ്മ നിന്റെ. അവന്റെ ഒരു കൂവ നീ ഒറ്റ ഒരുത്തം കാരണം എല്ലാം കുളമായി. അവിടെ ഭായികളെ നാളെ പണിക്ക് ഗർ പോണം. ഗർ പോണം, മനസ്സിലായോ? ഓ ഇവന്മാര് എന്തു കേട്ടോ പ്രശ്നം? മോനെ ഹിന്ദി അറിയാവോ? രക്ഷപ്പെട്ടു. എന്നാ ഈ അഡ്രസ്സിൽ ഇവരെ നാളെ പണിക്ക് പറഞ്ഞു വിടാവോ? അംബുജാക്ഷൻ നായർ തൊട്ടിത്തറയിൽ. ഇവനിനി ശരിക്കും ഹിന്ദി അറിയാവോ? ഇത് ഞാൻ എവിടെയോ ഇതല്ലേ. ശരിയാക്കി തരാം. പറഞ്ഞു വിടാടാ നിന്നെയൊക്കെ. ബായ് ആപ് ലോ കലിയെ ഗർമേ നഹീ ജാന സംജാ. ഹാവ് നാളെ ഇവന്മാർക്ക് അവിടെ പണിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വിടുന്ന പാട്. അത്രേ ഉള്ളൂ, അതിപ്പോ ശരിയാക്കാം. നീ ശരിയാക്കണ്ട. എനിക്കാണെ ഹിന്ദി അറിഞ്ഞൂടാ, ഇവന്മാർക്കാണെ മലയാളം അറിഞ്ഞൂടാ. ബായ് കൽ ആപ് ലോഗോं को काम नहीं समझा? अरे काम नहीं तो हम क्या करेंगे भाई? अरे भाई कल लीव है भाई, कल काम नहीं. അത് തന്നെ. എല്ലാം ഓക്കെ അവന്മാർ നാളെ പൊക്കോളൂ. കൽ നഹീ ജാന സംജാ? സമാധാനം. പോന്നല്ലേ കാല്. അവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വിടുന്ന പാട്. കറക്റ്റ് സമയത്താ നിങ്ങൾ വന്നേ. അല്ല അത് നാളെ അവിടെ. എന്നാ ശരി മക്കളെ, ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഞാനും എന്നാ ശരി ഓക്കെ. ഇവന് വട്ടായതാണോ കോൺട്രാക്ടറിന്? നീ എന്തിനു തിരിച്ചു പറഞ്ഞേ? നാളെ വീട്ടിൽ പണിക്ക് പോകണമെന്നല്ലേ അയാൾ പറഞ്ഞു. നീ എന്തിനാ പിന്നെ പണിയില്ല തട്ടിവിട്ടത്? എടാ ദൈവമായിട്ട് കൊണ്ടുവന്ന ചാൻസ് അല്ലേ, അതില്ലാതാക്കണം. എടാ അവരുടെ പണി പോയേ. അവരുടെ പണി പോട്ടറാ, അത് എന്റെ അമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ. എടാ നാളെ ഇവിടെ ആളി എന്നാ പോലെ. മനസ്സിലായി, വേറെ ആളെ പറഞ്ഞിട്ട് കമ്മീഷൻ അടിക്കുന്ന. എടാ നാളെ ഇവിടെ പണിക്ക് ആളി ചെല്ലും. ആര്? നമ്മള്. എന്റെ പൊന്നു കിഴങ്ങി, ഈ വീടാ നിനക്ക് മനസ്സിലായോ? ഇന്നലെ മരക്കം ഉണ്ടാക്കിയിട്ട വീടില്ലയോ, ആ വീടാ. അതിന് തേങ്ങാക്കൊല. തേങ്ങയോ? അതിന് നിന്റെ എടാ ഈ വീട്ടിൽ കയറി ഈസി ആയിട്ട് ലെറ്റർ കൊടുക്കാൻ പറ്റില്ലടാ പൊട്ടാ. അതിന് നീ ബംഗളിയാൻ പോവാ? ഞാൻ മാത്രമല്ല നീ. എടാ അവരോട് നല്ല ഇടി കിട്ടുവേ. തൽക്കാലം വേറെ വഴിയില്ലടാ. ഈ മുടിയൊക്കെ നിലമ്പി ഒരു മുറുക്കാനും ചോദിച്ചെങ്കിൽ എന്നാ മതി. നിനക്ക് പിന്നെ ലുക്കിന്റെ യാതൊരു ആവശ്യമില്ല, കറക്റ്റ് ബംഗാളിയാ. എന്താ എന്തിനാ കേട്ടോ നല്ലത് വിളിക്കുന്നേ? തുറന്നേ.
പുല്ലത്ത് തുറക്കുന്നില്ലല്ലോ. ഇതെന്താ കോൺക്രീറ്റ് വെച്ച് അടച്ചു വെച്ചേക്കുവാണോ? ഏതവനാ ഇത് അടച്ചു വെച്ചേ? ഞാനാ. ഓ സാറായിരുന്നു. ഞാൻ തുറക്കാം. അമ്മ എന്നോടല്ലേ തുറക്കാൻ പറഞ്ഞേ, ഞാൻ തുറന്നോളാം. അത് കുഴപ്പമില്ല, ഞാൻ തുറക്കാം. രാവിലെ തുടങ്ങി നാശം. ഞാൻ തുറക്കാം. ആരും തുറക്കണ്ടെങ്കിൽ പട്ടി കറക്റ്റ് ഹനുമാൻ. സാമ്പാറായി അല്ലേ? ഇങ്ങോട്ട് നോക്കി. ബംഗാളിക്ക് ഇത്ര ലുക്കിന്റെ ആവശ്യമില്ല, ഇതൊക്കെ തന്നെ മതി. അവന്റെ മയിലുടുപ്പൊന്നും കുഴപ്പമില്ല, എന്റെ മുടിയാണ് കുഴപ്പമില്ലേ? ആ നീ നടക്ക്. ആർക്കും സംശയമൊന്നും തോന്നില്ല, നമ്മൾ ബംഗാളികളാ. ജാവോന്ന് പറയണം. നീ ഒന്നും പണയണ്ട. നീ ഒറ്റ ഒരുത്തി നിങ്ങളെ വഷളാക്കുന്നത്. ഇന്നലെ തേണ്ട ഒരുത്തൻ മരത്തിന്റെ മണ്ടയ്ക്ക് തലയും കുത്തി താഴെ വീണേക്കുന്നു. ഇന്ന് രണ്ടും കൂടെ എന്റെ കടയിലെ മുളകോട് വാരിട്ടത്. നാളെ നീയൊക്കെ കൂടി ഈ വീട് മുഴുവൻ കത്തിക്കുമല്ലോ. മക്കള് പിന്നെ എങ്ങനെ ഇങ്ങനെ ആവാതിരിക്കും? പിള്ളേരായാലേ തല്ലി വളർത്തണം. നിങ്ങളെ ആടി എന്നെ തല്ലണ്ട, നിന്നെ കെട്ടിയേനെ. എനിക്കെന്താ ഒരു കുറവ്? അയ്യോ നിനക്ക് കുറവൊന്നുമില്ല, കൂടുതലാ 2 എല്ല്. കൂടുതൽ കളിച്ചോണ്ടല്ലോ, അടിച്ചിട്ട് 40 പല്ല് ഞാൻ താഴിടും. 32 ഉള്ളൂ, ബാക്കി 8 നിന്റെ. അതിനോട് തന്നെ ചൂടാവുന്നേ. നീ കൂടുതൽ എന്റെ അടുത്ത് പറയാൻ നിൽക്കില്ല കേട്ടോ. അതല്ലൊന്ന് പോമേ. നമസ്കാർ. ആരാടാ? അയ്യോ ടീന. ജാവോ ഹം യഹാം പേ കാം കേ ലിയേ കോൺട്രാക്ട് പറഞ്ഞില്ലേ ചേച്ചി? ആ ബംഗാളികളാണല്ലേ. താണ്ടേ നിങ്ങളുടെ കോൺട്രാക്ടർ പറഞ്ഞു വിട്ടിട്ടുള്ള ബംഗാളികൾ വന്നേക്കുന്നു. പുള്ളി ഇപ്പൊ വരും. നീ അപ്പത്തൊന്നും കാര്യമാര് വന്നത് ഇല്ല, ഇപ്പൊ വെട്ടി കൂട്ടിയേനെ. ആപ്പ് ലോകം മൂപ്പറേ മേപ്പോട്ട് എടുക്കുന്നതാണോ? പണി മോളാന്ന്. എന്താ കുച്ചിനായി പൈസ. ആ വാ മണ്ടക്കോട്ട് പോവാ. വാ. ഹിന്ദി അറിയാവുന്നോണ്ട് രക്ഷപ്പെട്ടു, ഇല്ല തിണ്ടിപ്പോയേനെ. ഈ ടെറസ് മൊത്തം അലങ്കോലായി കിടക്കുക, ഇത് മൊത്തം വൃത്തിയാക്കണം. സെറ്റാക്കാം. പൈസ. ആ വൈകുന്നേരത്തിന് മുമ്പേ പണി തീർക്കണം. അതാണ് ആ ചൂലും വെള്ളമൊക്കെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുത്തോ. ആ ചെയ്യോ. ബക്കറ്റും വെള്ളമൊക്കെ എടുത്തോടുമായിരിക്കുമല്ലേ? ആ പോ, എല്ലാം കുളമാക്കിയന്. അല്ല അവളുടെ റൂം അതാണോ നിനക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാം? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നീ പോയി ഏണി നോക്കാം. അതാണോ? അത് ചോദിച്ചാ പോരെ. ആന്റി എന്റെ പൊന്നൂ ചതിക്കല്ലേ, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം. ലുട്ടാപ്പിയെ കാണുന്നില്ലല്ലോ. എന്തോന്നല്ലേ ഇത്? എടാ ഏണി എന്ത് ചെയ്യണം? അല്ല ഷ്രഫേ, ഇവിടെ ഏണിയുണ്ടോ നിനക്ക് എങ്ങനെ അറിയാം? ഒരു വീടാകുമ്പോ ഏണി കാണത്തില്ലേ? നീ ഇതെന്തോ ചെയ്യാൻ തുടങ്ങിയാലേ വൈകിട്ട് തീർക്കാൻ പറ്റത്തുള്ളൂ. പൊട്ടാ, നമ്മൾ ശരിക്കും ബംഗാളികളല്ല, നമ്മളെ ലെറ്റർ കൊടുക്കാൻ വേണ്ടി വന്നതല്ലയോ? അത് ശരിയാണല്ലേ. പോ. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഏണി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എങ്ങനെയാലും ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്ന് പോയായിരുന്നെങ്കിൽ. ഇല്ല, മാവ വാങ്ങിച്ച് എൻ്റെ കാശ് പൊട്ടത്തേ ഉള്ളൂ. ജെല്ല് തുറന്ന് കിടപ്പുണ്ട്, എങ്ങനെയും കൊടുക്കണം. എന്ത് ഈ 2 എണ്ണം മണ്ടയ്ക്ക് പോയിട്ട് അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവിടെ വെട്ടമൊത്തിയും കൊണ്ട് പോകുന്ന കണ്ടു. എങ്ങനെ കീറിയോ? ഇയാള് ചുമ്മാ ഇങ്ങോട്ട് ഇവിടെ പണിയില്ലേ, പറമ്പിൽ കൂടെ നടക്കാൻ. ഗേറ്റും കോപ്പും ഇങ്ങേർക്ക് വരാൻ കണ്ട സമയം. ഒരിഞ്ഞ ഗേറ്റും എവിടെയെങ്കിലും ഇപ്പോൾ വിളിക്കാം. ലെറ്റർ പിന്നെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇതിനകത്തെങ്കിൽ ഇതിനകത്ത് ഏണി വെക്കുന്നു, കയറുന്നു. വേണ്ട, അവനെ കയറ്റാം. തീ 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 ഇന്ന് ഈ വീട് ഞാൻ കത്തിക്കും. ഇവനെന്തി കാണിക്കുന്നേ? തീയൊക്കെ ഇടുന്നത് ഇവനെന്ത് വട്ടാണോ? ദേ നിക്കണ ലുട്ടാപ്പി. എവന്റെ കൊമ്പെന്തി? അയ്യോ ഇന്നലെ എവന്റെ മണ്ടക്കല്ല മാവിന്റെ കൊമ്പ് പിടിച്ചിട്ട്. അഷ്റഫേ ലെറ്റർ കൊടുക്കാൻ പറ്റിയാണെങ്കിൽ. ഇതവളല്ലേ? ഇവിടെ കോട്ടയെന്ത് ഇവിടെ? ലുട്ടാപ്പി കുന്നത്തെ കയറി പോയാ? ഹായ് കറണ്ട്. പുളിമുട്ടായിക്കില്ലല്ലോ ഇത്രയും രുചി. നല്ല തോള. ഇന്ന് ഈ വീട് ഞാൻ അയ്യോ ഭാര്യയുടെ ചെലവക്കടി കൊണ്ട് ഭർത്താവിന്റെ ദാരുണാന്തി വായിച്ചോണ്ടിരിക്കുക. പോയി വെള്ളം കോരി മനുഷ്യ. എന്തിന്? തലേ കൂടെ ഒഴിക്കാൻ. കറണ്ട് ഇല്ലെന്ന്. കറണ്ട് ഇല്ലാതെ എങ്ങനെ വെള്ളമല്ല നല്ലിക്കത്തള വെക്കേണ്ടത്. ഇത് ഇവിടെ വീടാ? കൊള്ളാം. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എങ്ങനെയും ഇനി ഇവിടുന്ന് പോകണം. ഫ്യൂസും പോച്ച്. വീട്ടിലെ ഫ്യൂസും പോയോ? താഴെ കണ്ടത്തിൽ മൊബൈലിൽ അയ്യോ അയ്യോ പോയി.
എവിടെ നോക്കിയാടി വരുന്നത്? നിന്റെ കണ്ണില് മുഖത്ത് കണ്ണിലേടി. സോറി 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 സോറി. നിനക്ക് വല്ലതും പറ്റിയോളാ? വീണക്കട കൂട്ടാ. ഹൃദയത്തിൽ കയറിയോ എന്നൊരു സംശയം. ഒന്നും പറ്റില്ലല്ലോ. നീ എവിടെ ചുമ്മാ ഇരി. എന്താ പേര്? ആതിര. ഞാൻ അഷ്റഫ്. നീ എങ്ങാനും എന്നെ തേക്കോടാ. ഞാൻ തേക്കത്തില്ല. ഞാൻ തേക്കുവാണെങ്കിൽ നീ എന്നെ ചെരുപ്പൂരി തരണം. നീ പോടി. നീ പോയാ എനിക്ക് പുല്ലാടി പുല്ല്. നിന്നെ അത് നിന്നെ ഇന്ന് ഞാൻ ഹലോ. ഷോക്ക് അടിക്കോ? ഏയ് പട്ടാളക്കാരനോടാ ഷോക്ക്. ഓ ലെറ്റർ പട്ടിൻ്റെ ഉണ്ടാക്കി കയറണം. ആശം പിടിക്കാനായിട്ട് ഒറ്റ കയറാം. ആരും ഇല്ലല്ലോ. ഓ പണ്ടാരം കയറിയേ പറ്റൂ. ഇങ്ങോട്ട് വാ. അഷ്റഫേ അഷ്റഫേ. ചേട്ടാ ഇവനെ കാണുന്നില്ലല്ലോ. ഇവനിത് എവിടെ ആയി പോയേക്കുന്നത്? ഇതിൻ്റെ അകത്തൊന്നും സൗണ്ട് കേട്ടെ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അഷ്റഫേ അഷ്റഫേ ഈ കോപ്പം അടച്ചേക്കാം. അഷ്റഫേ ആരും വിളിക്കുന്നുണ്ടല്ലോ. ദാ അളിയാ. ഓ മാവ. അവനത്തിന് ഇങ്ങോട്ട് വരുന്നത് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇവനിത് പണി മേടിച്ച് തരും. ബിജിലിക്ക് രാജാ ഞാൻ വന്നല്ലോ. അയ്യോ അയ്യോ പ്രേതം അമ്മേ കാത്തോണേ. നിക്കടാ പന്നി അവിടെ. കള്ളൻ. അമ്മേച്ച ഓടി വാ കള്ളൻ. എവിടെ പോയി കിടക്കുവാ? കടക്കുടി ഓടി വാടാ. കള്ളൻ. ഇവിടെ പഞ്ഞിത്താടി വെച്ചിട്ട്. ഓ കിടന്ന് പോവണ്ട. വരുവാ. അയ്യോ കള്ളൻ കള്ളൻ. ഞാൻ ശരിയാക്കി തരാൻ പാടിക്കവാ. ഇതെവിടുന്നാ മാറങ്ങോട്ട്? പട്ടി. നിന്റെ വീടാന്ന് അറിയാതെ കയറിയതാ. എന്റെ വീടാന്ന് അറിയാതെ കയറിയിട്ട് ഇത്ര. അപ്പൊ അറിഞ്ഞോണ്ട് കയറിയായിരുന്നെങ്കിലും. മിണ്ടല്ലേ പ്ലീസ്. സത്യം പറയടാ, നീ ഇവിടെ കക്കാൻ മിണ്ടല്ലേ കയറിയതല്ലേ? പ്ലീസ്. സത്യമായിട്ട് ഞാൻ കക്കാൻ കയറിയല്ല. പിന്നെ നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ ഇത്? അല്ലെന്ന്. സത്യം പറ, നീ എനിക്ക് പണി തരാൻ വേണ്ടി അല്ല. കയറിയതല്ലേ? പിന്നെ നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ജീനുമായിട്ട് ഇഷ്ടത്തില്ല. അവളെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നേ. ക്ലിയർ ആവുന്നില്ല. സോറി. അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന പെണ്ണോട്ടാണോടാ നിന്റെ റൊമാൻസ്? അവരുടെ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ? തലയുണ്ടല്ലോ. പെങ്ങളോ? സത്യം പറയടാ, നീ കല്യാണം മുടക്കാൻ വേണ്ടി അയ്യോ അല്ല, ഞാനിവിടെ 1 വർഷമായിട്ട് റിലേഷനില്ല. അവരുടെ വീട്ടുകാർ നിർബന്ധിച്ചുറപ്പിച്ച കല്യാണം. ഞങ്ങളുടെ ഇവിടുന്ന് രാത്രി ഇടുന്ന് മുങ്ങാൻ അവളെ. നീ ആയിട്ട് കുളവാക്കരുത് പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കും. ആക്കരുത്. ആക്കും. പണ്ടത്തെ കാര്യം മനസ്സിൽ വെച്ച് നീ കുളവാക്കരുത്. ഓക്കെ, അവളെ കാണാൻ വേണ്ടി നീ എന്തിനാ എന്റെ വീട്ടിൽ കയറിയേ? അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഏണി വെച്ച് കയറിയ ലെറ്റർ കൊടുക്കായിരുന്നു ഈസി ആയിട്ട്. ഓ, മര്യാദക്ക് കൊടുക്കാൻ വന്ന സാധനം കൊടുത്തിട്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. ഉറപ്പായിട്ടും വാ. പക്ഷെ നീ ഇവിടെ സഹായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ലെറ്റർ കൊടുക്കാം. എന്റെ വീട്ടിൽ കയറിയതും പോരാ, എന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കണോ? ഇവനേതാ? ഞാൻ മാവ. ഇതെന്റെ കൂട്ടുകാരനാ മാവ. മാമനോ? മാമനല്ല, ഞാൻ ഹാപ്പി ബർത്ത്ഡേ അല്ലേ. ഇതാ മാവ, അവന്റെ അട്ടപ്പേരാ. മാമനും മരുമനും ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ തന്നെ സ്ഥലം ഉറപ്പായിട്ടും വാ. വിട്ടോണം. പക്ഷെ നീ ഇവിടെ സഹായിക്കണം പ്ലീസ് പ്ലീസ്. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടാ നീ ഇന്നലെ കൊമ്പടിച്ചിട്ടില്ലേ? അവൻ എന്നെ മേളിൽ ഇപ്പോൾ. ഞാനോ? നീ അപ്പൊ നീയൊക്കെ കൂടെ അല്ലേ എന്റെ അനിയന്റെ തലേ കൊമ്പൊടിച്ചിട്ട് കൊല്ലാൻ നോക്കിയത്? എന്റെ പൊന്നെ, അതിലെ കൊല്ലാൻ നോക്കിയൊന്നുമില്ല. ലെറ്റർ കൊടുക്കാൻ വേണ്ടി മാമിന്റെ വേണ്ട കയറി. ഈ നാശം പിടിച്ചവനെ ഉണ്ടാക്കി കൊമ്പുണ്ടാക്കി അവന്റെ പെരലിക്കിട്ട് മതി മതി. അയ്യോ അമ്മ. അമ്മയല്ല അമ്മുമ്മ. മാറി നിക്കടാ, അങ്ങോട്ട് പോയി വിളിക്കടാ. ഇവിടെ കയറിയാലോ? വേണ്ട, താഴെ പോ. ഇവിടെ സ്പേസ് ഇല്ല. പോയി തുണി എടുത്താലേ ഇട്ടണം. എന്റെയോ ഹമ്പ്. എന്തോ നടി. എണീറ്റ് പോടാ, മാറി. ഇവനിത് എവിടുന്ന് വന്നു? എന്താടി കിടന്ന് കൂവുന്നേ? കുന്നോ എവിടെ? ഒന്നുമില്ല. അമ്മയൊന്ന് പോയേ. എന്താണ് ഇതിന്റെ പ്രശ്നം? കാര്യം എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ നിങ്ങളുടെ കെട്ടിയവരും തമ്മിലുള്ള പ്രശ്നം തീർക്കുക. എന്റെ പ്രശ്നം ഞാൻ തീർത്തോളാം. ഒന്ന് പോയി തരുമോ? ശരിക്കും ബംഗാളി. അയ്യോ ഹെഡ്സെറ്റ് അതോടെ വെച്ചേക്കാം. പിടിയടാ. കണ്ണും കാണുന്നില്ല. മാവേ ഇങ്ങോട്ട് കയറി വേടാ. ആരുമില്ല. ഇപ്പൊ തന്നെ വെച്ചില്ലേ? അവിടെ എന്തിനു നിക്കുവാ? ഇനി എന്നിയുടെ മുട്ടി പോയി അച്ഛൻ കണ്ടിട്ട് വേണം അടുത്ത പണി ഉണ്ടാക്കി വെക്കാൻ. ഇവിടെ വെക്കാം. കേറിയേക്കാം. ചോദിക്കാൻ വിട്ടുപോയി, കുട്ടി സിംഗിൾ ആണോ? എന്താ?
അല്ല ബംഗാളി പണി നിർത്തി പോകുമ്പോൾ എനിക്കൊരു മാവ് ഉണ്ടാക്കി തന്നെ ഒരു പെണ്ണിനെ വേണം. ഞാൻ അച്ഛനെ വിളിക്കാം, മതിയോ? വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. തൽപര കക്ഷിയല്ല. നീ എവിടെ നോടാ കുരിപ്പേ? എന്നയ്യോ നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ലൈൻ അടിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ആരോടും പറയല്ലോ. ഈ കുഞ്ഞന്നല്ലല്ലോ മുമ്പേ വിളിച്ചത്. അത് പിന്നെ ഞാൻ ഓ ഈ പിശാശായിരുന്നോ? എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു തന്നെ ഞാൻ പറയൂ. ഞാൻ പോകുന്നതിന് മുമ്പ് എവിടെന്നെങ്കിലും വാങ്ങിച്ചു തരാം. പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ തന്നെ വേണം. ശരിയില്ലാത്ത കുരിപ്പിന് വരെ എന്നോട്. ഇവനെ ഇന്ന് ഞാൻ നിനക്ക് എന്തോടാ വേണ്ടേ? ഡയറി മിൽക്കോ? അമ്മയുടെ അക്കൗണ്ടിൽ എങ്ങനെ 1000 രൂപ പോയിന്ന് പറഞ്ഞു കൊടുക്കട്ടെ? വേണ്ട, പിടിച്ചു പൊക്കാടി കൈ. ഓർഡറാ, ഞാൻ പൊക്കോളാം. നീ എങ്ങനെയാടാ വീണേ? അവന്റെ ഗർജനം കേട്ടപ്പോ വീണുപോയി. നാണോ ഇല്ലല്ലോ. എന്തുവാടാ അവിടെ ഒരു ശബ്ദം കേട്ടെ? അത് ബംഗാളി മാമൻ പൊത്തോന്ന് വീണു. അയ്യോ, അടുത്തതിന് മാവാണോ പ്ലാവാണോ? അയ്യോ എന്റെ മത്തി. 1 2 3 4 എല്ലാം ഉണ്ട്. നിന്നോടൊക്കെ ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്? ആ ചേച്ചി हमारा दोस्त अशरफ ऊपर से കൊത്തോന്ന് വീണു. പെരക്കിടക്കാൻ ऊपर से आया है. ഇവനെ ഞാൻ ഇന്ന് ചട്ടി പൊട്ടിയാലും ഓ മാതാജി, ഇത് എവിടോട്ടൊന്ന് വെക്കുന്നേ? ആ ഇവിടോട്ട് വെക്കാം. എനിക്കിനി വയ്യ. ഇനി അവൻ കേറട്ടെ. പേടിക്കണ്ട, നീ മാവിന്റെ കൊമ്പൊടിച്ചിട്ടപ്പോഴേ അതിന്റെ ബോധമൊക്കെ പോയി. പിന്നെ സോറി അന്ന് നിന്നെ ചെരുപ്പ് വലിച്ചെറിഞ്ഞതിന്. പെട്ടെന്ന് ആരൊക്കെയോ എന്തൊക്കെയോ വന്ന് പറയുന്ന കേട്ടപ്പോ അതൊക്കെ അന്നേ വിട്ടു. എന്നെയും വിട്ടോ? പിന്നെ രമണി കുളിക്കേ. ഇതാണ്. ഓ കാലൻ. ഓ തൊട്ടി. അയ്യോ ഏണി. അല്ല വേണ്ട, ഏണി പിന്നെ എടുക്കാം. ജീവൻ മുഖ്യം പിക്കിലേ. ഏയ് വെറുതെ ചോദിച്ചതാ. അന്ന് നിന്നെ അവളെയും കൂടെ അവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അവിടെ എന്തോ ഉണ്ടായിരുന്നു? രണ്ടുപേരും ഒരുമിച്ച് നിന്ന ഉടനെ എടാ അത് നീ അവളും തമ്മിൽ എന്തൊക്കെയുണ്ടെന്ന് അവന്മാരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് ചോദിക്കാൻ കൂടെയാ ഞാൻ അങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ലൈബ്രറിയിൽ വെച്ചിട്ട് നീയും അവളും കൂടെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആകെ എൻ്റെ ടെമ്പർ തെറ്റി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ. പറഞ്ഞു മനസ്സിലാക്കാൻ വന്ന എന്നെ ചെരുപ്പ് പോലെയായിരുന്നു. ആ ഏറി കൊണ്ടപാട് ഇപ്പോഴും എൻ്റെ പുതുത്തുണ്ട്. കാണണോ? ഓ രമണി പോയോ? അതും പോയി. അന്ന് നമ്മുടെ റിലേഷൻ ബ്രേക്ക് ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. ആ അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് പോട്ടെ, എന്താ നിന്റെ ലൈഫ് പ്ലാൻ? ലെറ്റർ എങ്ങനെയും കൊടുക്കണം. അതല്ലടാ കിഴങ്ങാ. പിന്നെ ലൈഫ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചത്. അത് അവളെയും കൊണ്ട് ഞാനങ്ങ് പോവാ. എങ്ങോട്ട്? ഈ നാട്ടിൽ നിന്ന് പോവാ, ചെന്നൈക്ക്. എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി. ഓ ആ തൊട്ടി പോയെന്നാ തോന്നുന്നേ. ആരും ഇല്ലെന്ന് തോന്നുന്നു. കേറാം. ഈ ഒരു ഏജിൽ ഇങ്ങനെ ഒരു ജോലി സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ? നിനക്കറിയാലോ എനിക്കാരുമില്ല, എന്നും ഒറ്റയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സീരിയസ് റിലേഷൻ കയറി വന്നു. അപ്പം നമ്മുടെ കാര്യം സീരിയസ് അല്ലായിരുന്നു? അത് ചുമ്മാ സ്കൂൾ ടൈമിൽ ഇൻഫാച്യുവേഷൻ, അത്രയേ ഉള്ളൂ. പെട്ടെന്നുള്ള ലൈഫിലോട്ട് വന്നപ്പോൾ ആരൊക്കെയോ ഉണ്ടോന്നൊരു തോന്നല്. അത് അവളെ കൊണ്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം അവളെ കൊണ്ട് എന്തായാലും നാട് വരണം, അത്ര എൻ്റെ മനസ്സിലുള്ളൂ. എനിക്കിവിടെ ഒരു മനസ്സമാധാനവും ഇല്ല. അച്ഛനും അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടും കൂടെ എന്നും കൂട്ടത്തല്ല. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോന്ന് വരെ ആലോചിക്കും. ആ എനിക്കൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ ജോയിൻ ചെയ്യേണ്ടി വരും. നിനക്ക് പറയാനെങ്കിലും ഒരു ഫാമിലി ഉണ്ടല്ലോ, എനിക്കതുപോലും ഇല്ല. ഇതിലും ഭേദം ഇല്ലാതിരിക്കുന്നതാ. അയ്യോ അച്ഛൻ, അച്ഛൻ, അച്ഛൻ എന്തുവാ? അച്ഛൻ. രമണി പോയി. അയ്യോ തൊട്ടി. സരളെങ്ങാനും ഉണ്ടോ? ഓ ഈ കാലിന് വേറെ പണിയൊന്നും ഇല്ലേ? ഓ പണ്ടാരം. എന്റെ കഞ്ഞി കൂടി മുട്ടയ്ക്ക്. വെള്ളം കണ്ടോട്ടോ പൊട്ടാ. അയ്യോ കാലിന്റെ കാര്യം ഓർത്തില്ല. നീ അല്ലേടാ എന്റെ തല കൊമ്പൊടിച്ചിട്ട്. പിന്നെ ഞാൻ ഇന്ന് കൊല്ലോടാ പന്നി. പന്നിയല്ല അഷ്റഫ്. പിന്നെ നിക്കാനോ? ഓ അതും പോയി. ശാന്തി ഇപ്പൊ ഓടിയില്ല, പിന്നെ ഒരിക്കലും ഓടാൻ കാണത്തില്ല. അമ്മ എന്റെ നിക്കറ പുറകെ വരരുത്, വീഴും. ഇനിയെങ്കിലും ഇതൊന്ന് കൊടുക്കണം. ഇതെന്തോ? വീണായിരുന്നു. എടാ അവിടെ നിൽക്കാൻ
അയ്യോ 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 ഇവനേതാ ഇത് എവിടെ നിന്ന് ലാൻഡ് ചെയ്തു? ഇത് മറ്റേ വിക്രമനല്ലേ? അയ്യോ ഇത് മറ്റേ മരക്കം ആഹാ, പിടിച്ചിട്ടില്ലേ? നീ ഉണ്ടോ ഇവിടെ? നിനക്ക് ഞാൻ വന്നിട്ട് തരാടാ. ഇവിടെ നിൽക്കണ്ട ഓടിയേക്കാം. വീണിട്ട് പുറകെ വരാം. KSEB ലൈൻമാനാ, ടച്ചിങ്സ് വെട്ടി തലയിലിടാൻ. അയ്യോ കൊണ്ടില്ല. തല തീർച്ചയായും വരുന്നുണ്ട്, ഞാൻ പോവാ. ഇതെന്നാ കറണ്ട് ബില്ല്? അടുത്ത് വരുന്നത് ഞാൻ കേട്ടി ചാടി. നീ ആയിട്ട് ചാടിയില്ലെങ്കിൽ നിന്നെ തല്ലി ഇടടാ. നിന്നെക്കാളും മൂത്ത ആടാ ഞാൻ. അതിനിവിടെ പ്രസക്തിയില്ല, നിന്നെ കൊല്ലുടാ പന്നി. എന്റെ അള്ളോ. ഇനിയെങ്കിലും ഈ പത്രം ഒന്ന് വായിക്കട്ടെ. എപ്പോ തുടങ്ങി? എന്തുവാണ് ഇത്? എന്നാ പിടിച്ചോ. ഈശ്വരാ, തലയ്ക്ക് എന്നെ കൊള്ളണം. അയ്യോ തല മാറിപ്പോയി. ആരെങ്കിലും വന്നൊന്ന് എടുത്ത് മാറ്റടേ ഇത്. ജൂനിയറിന് എറിഞ്ഞത് സീനിയറിനാണല്ലോ കൊണ്ടത്. എടി ഇവനെ വിളിച്ചിട്ട് ഓടി രക്ഷിക്കടി കൊല്ലാൻ വരുന്നടി. യവനാണ് എന്റെ തലേ കൊമ്പ് വെട്ടി. ഞാനല്ലടാ ഇവനാ. സാക്ഷി കളിക്കണം. ആഹാ, നിങ്ങളിവിടെ ലെറ്റർ എഴുതി കളിക്കാനല്ലേ? കാണിച്ചു നിന്നെ ഞാൻ കൊല്ലൂടെ കളിക്കും. എറിയരുത്, ഞാൻ അടിക്കും. ഞാൻ തന്നെ താഴോട്ട് വരുന്നേ. എവിടെന്നാ? അയ്യോ ഉൽക്ക. സോറി മാമി, ആള് മാറിപ്പോയി. കറക്റ്റ് പൊട്ടൻ തൊട്ടിയുടെ മണ്ടേക്കാണല്ലോ വീണത്. എടാ എന്തുകൊണ്ടാക്കാനാണ് നീ ഇവിടെ വന്നേക്കുന്നത്? എന്റെ തല ബക്കറ്റ് ആയിട്ടാണോ നിന്നൊക്കെ പറഞ്ഞേക്കുന്നത്? അവന്റെ അടങ്ങി കിടക്കണം. ഉറുക്കെ. കൊല്ലാൻ കൊണ്ടോടാ നിന്നെ ഞാൻ. അയ്യോ എന്നെ എറിഞ്ഞു കൊല്ലാൻ പോണേ. അയ്യോ അടച്ചോ അടച്ചോ അടച്ചോ. എടി അടക്കരുത്, അടക്കരുത്, പൂട്ടരുത്. ഇനി തന്നെ നിന്നെ കൊണ്ട് നടക്കും തോന്നില്ല. ഞാൻ തന്നെ കൊടുത്തോളാം. മാറി നിക്കങ്ങോട്ട്. എങ്ങോട്ടാ? അവിടെ നിന്നാ മതി, ഞാൻ കൊടുത്തോളാം. പുല്ല് എത്തുന്നില്ലല്ലോ. ഇപ്പൊക്കെ തോഴയങ്ങളും കിടന്നാ പോരാ. അതെങ്ങനാ? അഷ്റഫിന്റെ അല്ലേ കൂടെ നടക്കുന്നത്. അപ്പൊ മേടി കിടന്നാലേ ഒക്കൂ. എന്തായി ലെറ്റർ കൊടുത്തോ? ഞാൻ ആ ജനൽപ്പടിയിൽ വെച്ചിട്ടുണ്ട്. ആ സമാധാനമായി. പണ്ട് അതൊരു ഞാൻ പോയി പോലെ ഇത്ര പാടില്ലായിരുന്നു. അജു അതാരാ? അതെനിക്ക് പിന്നെ പറഞ്ഞിട്ട് നീ പോയി മാമിയെ നോക്ക്. എന്നാലും ആരായിരിക്കും അജു? അവളാ ലെറ്റർ വന്ന് എടുത്തോളൂ ആയിരിക്കും അല്ലേ? അവള് ലെറ്റർ എടുക്കുന്നവരെ വേണം ഞാൻ ഇവിടെ നിൽക്കാം. ഓ വേണമെന്നില്ല, വിട്ടോ. എനിക്ക് ഞാൻ പോട്ടെ. താങ്ക്സ്. ശരി. ഈശ്വര ഇതെന്ത് സാധനം? ഇത് ലെറ്റർ ആണല്ലോ. ഇത് എവിടെന്നാ? ആ അവള് തിരിച്ചെന്നായിരിക്കും. അഷ്റഫേ നീ താഴെ ഇറങ്ങി. അയ്യോ എന്റെ കൊച്ചിലെ നിന്നെയൊക്കെ ഞാൻ എന്നെ അടിക്കാതെ എന്നെ ഒന്ന് ഇറക്കി വിടറോ പട്ടി. അയ്യോ വെടലി. അയ്യോ തള്ളയുടെ ഞെട്ടല് ലോകം. അടിയാതെ ഓവർ ആക്ടിങ് അടി. പെടലിക്കല്ല കണ്ണിലടി ഞാൻ അടിച്ചേ. ഞാനും വരുന്നടാ, ഓടല്ലേ. ഇവന്മാരെല്ലാം കൂടി ഇത് മുടിപ്പിക്കുമെന്നാ തോന്നുന്നത്. കല്ലറിയില്ലേ എന്റെ ഷർട്ട്. എടാ നിന്നെ ഒന്ന് ഈ പരിസരത്തിന് കണ്ടുപോയിക്കരുത്. ഞങ്ങൾക്ക് പുല്ലടാ പുല്ല്. ഞങ്ങൾ ബംഗാളി പരാതി കൊടുക്കടാ. ആ നീ കൊണ്ട് കൊറേ കേസ്. അതിന് നീ ബംഗാളിയാ? നീയൊക്കെ മുടിഞ്ഞു പോത്തടാ. വേണ്ട ഉടുപ്പിച്ചള്ള ഞാൻ ഇന്ന് പോടാ. ദൈവമേ എക്സ് മേടിച്ചെന്ന ഷർട്ടാണല്ലോ. പൊടി പൊടി പൊടി. നിന്റെ ഇത് കാണുമ്പോ എന്റെ പഴയ ഒരു കൂട്ടുകാരന് ഓർമ്മ വരുന്നു. ആരാ? പാറ്റ്. അയ്യോ അവനെ പറ്റി അറിയില്ലേ? അവന്റെ കൂട്ടുകാരൻ ജസ്റ്റ് കാണാൻ പോയതേ ഉള്ളൂ. ഹോസ്റ്റലിൽ ഫീസാക്കി കൊടുത്ത് നാട് മൊത്തം വിളിച്ചു. അങ്ങനെ ഒരു തുല്യനാണ് അവൻ. അയ്യോ എന്നെക്കാൾ വലിയ ദുരന്തോ. വാ പോവാ. ഉള്ള നോട്ടം കണ്ടോ? ഓടി. അയ്യോ കളി കൊടുക്ക. ഓ എന്തായാലും കൊടുത്തല്ലോ. ആ തിരിച്ചു കിട്ടിയല്ലോ. എന്ത് ലെറ്റർ? ഏത് ലെറ്റർ? അവള് വേറെ ലെറ്റർ തന്നായിരുന്നല്ലോ. എപ്പോ? റൂമിൽ എറിഞ്ഞു വന്ന്. പ്രിയപ്പെട്ട ജീനയ്ക്ക് എന്ന് സന്തോഷം. ഞാൻ എഴുതിയ ലെറ്റർ അല്ലേ? ആ അത് അവളെ. നിനക്ക് ഇത് എവിടെ നിന്നാ കിട്ടി? അവളുടെ ആ ജനലിയും താഴെ വീണ്. ഞാൻ ഓർത്ത് അവളുടെ ആയിരിക്കും. എടാ തെണ്ടി. സത്യം പറയടി, നീയും അവനായിട്ട് എന്താണ് കമ്പനി? രണ്ടുകൂടെ എന്തിനാ എന്നെ പൂട്ടിയിട്ട്? ഇടിപൊടിന്ന് വിളിക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ ചേച്ചിന്ന് വിളിക്കണം മര്യാദക്ക്. ഓ ശരിയടി ചേച്ചി. സത്യം പറ, നിന്റെ ഒരു ലെറ്റർ അയക്കുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ലൈനല്ലേ? ആടാ ഞങ്ങൾ തമ്മിൽ ലൈനാ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ. വിളിക്കാം വരണേ. എന്തിയേ? ഇത് ഞാൻ സമ്മതിക്കൂല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? എടാ അവനിപ്പോ എന്റെ ലൈനൊന്നും അല്ല. അപ്പൊ പണ്ടായിരുന്നു? അത് പിന്നെ
അവൻ എന്തിനാ ഇവിടെ വന്നേ? അവനിപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നൊന്നുമല്ല, അവൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നത്. എന്താവശ്യം? അതെന്തിനാ നീ അറിയുന്നേ? നീ അറിയേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. പ്രായമാകുമ്പോ ചേച്ചി പറഞ്ഞു തന്നോളൂ. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവനെ ഞാൻ പറഞ്ഞു വിട്ടു. എന്തിന്? കുറച്ചു നേരം കൂടി അവനോട് നിന്നായിരുന്നെങ്കിൽ ഞാൻ അവനെ വിടത്തില്ലായിരുന്നു. നീ ഒരു കോപ്പം പറയണം. ഞാൻ അടിക്കാൻ വരുമ്പോ നീ ഇവിടുന്ന് മാറി വരണോ? എന്റെ കാലം നീ തന്നേച്ചു പോകും. നമുക്ക് ലെറ്റർ കൊടുക്കാം. നീ ഒന്നും പറയണ്ട. അളിയലെ അടിക്കല് മാമ മേടിച്ചില്ല. മാവയോ? ഞാൻ തരാം. അയ്യോ പൊട്ടന് ഒന്നുമില്ലാത്തോണ്ട് രക്ഷപ്പെട്ട്. സോറി, ആള് മാറിപ്പോയി. ഇവനിവിടെ പോയി മാഞ്ഞു പോയി. അതിനിടയ്ക്ക് ചേച്ചി ഇതില് പുതിയ പഠിച്ചാലും ഇതേതാ ഈ താടി വെച്ച കുട്ടി? എനിക്കറിയത്തില്ല മോനെ, കുറച്ച് ഉപ്പുമാവ് ചോദിച്ചു. ഇനി വന്നേ ചോദിക്കട്ടെ. പണി പാളി എന്നാ തോന്നുന്നു. പിന്നെ ഓടണോ അതോ നിക്കണോ? നിക്കടാ പട്ടിയോ. നീ പോടാ പട്ടി, ഞാൻ നിക്കത്തില്ല. പോടാ അവിടുന്ന്. എറിഞ്ഞിടൂടാ. അളിയലെ അയ്യോ കാല് പറഞ്ഞു എറിഞ്ഞ്. എടാ നിക്കടാ, അതിന്റെ മാവ താഴെ പോയി. മാവേ വേണ്ട, ഒരു കോപ്പം വേണം. നിന്റെ അമ്മായിപ്പന് കൊണ്ടുവിടാത്. ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകും. ആ ലെറ്റർ കൊടുത്തിട്ട് ഞാൻ ഇനി തിരിച്ചു വരൂ. ഇത് കോപ്പിലെ തണുപ്പ്. 2 പോയെടുത്തിട്ടുള്ളൂ ഇനി ബാക്കി. ആ കള്ള തൊട്ടിയമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ഡ്രസ്സൊലി കഴിഞ്ഞ് കയറണം. യശോ ആരുമില്ല, സേഫ് എന്ന് തോന്നുന്നു. ഏതൊരാളെ വഴി കൊണ്ട് വെച്ചത്. ഈ ആതിരയുടെ റൂം ഓർമ്മ വന്ന് അവിടെ വെച്ചാണല്ലോ എന്നെ മലക്കി അടിച്ചത്. എല്ലാരും അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ആതിരേ അയ്യോ ഏതവനാടാ ആതിരേ പാതിരായിക്ക് നല്ലൊരു സ്വപ്നം കണ്ടുവരുമായിരുന്നു. ഫ്ലോയും കളഞ്ഞ്. ആതിരേ ആരാത്? ഈ കണ്ണടിച്ച് ഈ വൃത്തിയുടെ സൗണ്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ആരെയും കാണുന്നില്ലല്ലോ. നീ തോന്നിയതാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്ന് രാവിലെ വരെ മതിൽ ലൈറ്റ് ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെയും പൊക്കി. തൊലിഞ്ഞൊരു മതിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഓരോരോ ഗതികേടുകളെ. ബാഗ് തൽക്കാലം ഇട്ടിരിക്കട്ടെ. ഷേഡ് വെളി മേളിൽ കയറി പേടിപ്പിക്കാനായിട്ട് നല്ല കേട്ട് കാണുമോ? ഏതായാലും വന്നു. അമ്മ ഇരിക്കുമല്ലേ, നിനക്കിപ്പോ തരാടാ. ഇതൊന്നൊരു സൗണ്ട് കേൾക്കുന്നു. ഈശ്വരാ, ഒറ്റയടിക്ക് ചാവണേ. തല പൊട്ടിയാലും കമ്പൊടിയല്ലേ. രാത്രി ഇവിടെ അയ്യോ ഇത് ഞാനാ മാവാ. നീ എന്താ ഇവിടെ? ലെറ്റർ പ്ലാൻ ഫ്ലോപ്പായി പോയി. അയിന് ആ കാലിന് എന്നെ ഓടിച്ചിട്ടിടിച്ച് ഞാൻ ലെറ്റർ കൊടുക്കാൻ വന്നതാ. ഇത് രാവിലെ കൊടുത്തതല്ലേ? നിങ്ങൾ കൊടുത്ത ലെറ്റർ ആയത്. അപ്പത്തേക്ക് ഞാനിങ്ങ് എടുത്ത്. എടാ മാങ്ങാണ്ടി മോറ. എന്നിട്ട് അവൻ എന്തിയെ? അഷ്റഫ് അവൻ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ ഒറ്റയ്ക്ക് വന്നേ. ഇനിയിപ്പോൾ ലെറ്റർ കൊടുക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ വിളിച്ചിറക്കണം. നീ പോയി ഏണി ഇടാൻ തപ്പ്. ഇനി അതേ ഉള്ളൊരു വഴി. എങ്ങോട്ടാ? അങ്ങോട്ട് പോടാ മണ്ടനെ കൊണ്ടൊക്കെ. ഏതാണ് ഇവിടെ കൊണ്ടുവച്ചു? ഇന്ന് ഞാൻ ജീനയും കൊണ്ട് ഇവിടെ നിന്ന് പോകും. ഇവിടെ എവിടെയാണല്ലോ ഏണി ഉണ്ടെന്ന് പറഞ്ഞോളൂ. ആരുമില്ല. അഥവാ ഇനി ആരെങ്കിലും വന്ന് അവനെ ഞാനല്ല. നീ എന്താ ഇവിടെ? ഇത് കൊടുക്കാൻ ലെറ്ററും കോപ്പൊന്നും വേണ്ട. ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പോവാം. നീ പോയി അതിനെ നോക്കും. ഞാൻ ആ ജനൽ എങ്ങനെ പൊളിക്കാൻ പറ്റും? അതിനെ വിളിച്ചു. അവളെ ഏണി എടുക്കാൻ പറഞ്ഞു. ഏണി ഒന്നെങ്കിൽ സ്റ്റോർ റൂമിൽ കാണാം, അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും കാണും. ഞാൻ സ്റ്റോർ റൂമിൽ നോക്കാം, നീ താഴെ എവിടെയെങ്കിലും നോക്കാം. നീ എങ്ങോട്ട് പോവാ? സ്റ്റോർ റൂമിൽ പൊട്ട ഞാനല്ലേ അങ്ങോട്ട്, നീ അങ്ങോട്ട് പോണം. ഓ പ്ലാനിങ്. നേളിൽ ഏണിയില്ല. അപ്പം ഇതിനകത്ത് പുല്ല് തുറക്കുന്നില്ലല്ലോ. ചവിട്ടി പൊളിച്ചാല് വേണ്ട, എല്ലാവരും എണീക്കും. ഇതിനകത്തും ഇല്ലേ? പിന്നെ ആരും കൊണ്ടുപോയി. അയ്യോ ആരടാ അത് പേടിപ്പിക്കാനായിട്ട്? ഈശ്വരാ, അവിടെ ആരും കാണുന്നില്ല. കണ്ടെന്ന് ഉറപ്പാണ്. എന്തോ ചെയ്യും? ഇരിക്കട്ടെ, തലയെങ്കിലും രക്ഷിക്കാം. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയൻ. തലക്കൊഴിച്ച് എല്ലായിടത്തും അടിക്കടി അടിച്ചാൽ തല പൊളിക്കും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലടി ഞാൻ ചത്ത്. ആ പൊട്ടമ്മാവ പറഞ്ഞു നീ റെയിൽവേ സ്റ്റേഷനിൽ ആ പൊട്ടനെ ഇങ്ങോട്ട് വിട്ടാ ശരിയാവില്ല. അങ്ങോട്ടാ ഞാൻ തന്നെ വന്നേ. എന്നിട്ട് അവൻ എന്തിയേ? എടാ ഏണി ഇവിടെ ഉണ്ട്. പതുക്കെ പറയണം. മൈക്ക് വെച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കുമല്ലോ. ഇവിടെ ഉണ്ട്. ബാ വരൂ. താറാവ് നടക്കുന്ന പോലെ നടക്കാതെ അനങ്ങി നടക്കടാ. ഞാനിതാ വരുന്നു. തേച്ചില്ലേ പെണ്ണെ
ആരത്? അമ്മേ! യ്യോ, നാട്ടുകാരെ ഓടി വരണേ. കള്ളൻ, കള്ളൻ, നാട്ടുകാരെ ഓടി വരണേ. കള്ളൻ, കള്ളൻ, ഓടിവയോ, ഓടിവയോ. അമ്മേ! എന്താ തിരിയടാ, അത് അഷ്റഫാ. നാട്ടുകാരെ ഓടി വരല്ലേ, അത് അഷ്റഫാണേ. ഞാനുള്ളപ്പോ ഏതാ വേറെ കളൻ? നീ എന്താ ഇവിടെ? നിന്നെ കാണാൻ. എന്തിന്? കാണാൻ മാത്രമല്ല, നിന്നെ കൊണ്ടുപോകൂടെ ഞാൻ വന്നു. നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം. എനിക്ക് ചെന്നൈക്ക് ട്രാൻസ്ഫർ കിട്ടി. നീ എൻ്റെ കൂടെ വരണം. നീ എന്തൊക്കെയാ പറയുന്നേ? കല്യാണം ഉറപ്പിച്ച പെണ്ണാ ഞാൻ. ഇതിനെ ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല, പിന്നെ ഒരിക്കലും നടക്കില്ല. ഞാൻ വരില്ല. എനിക്ക് അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ചേ പറ്റൂ. ഇനി ഞാൻ പറയുന്ന കേൾക്ക്. നിനക്ക് ഞാനാണോ വലുത്, അവരാണോ വലുത്? അവരാ വലുത്. ജീവൻ നിനക്കറിയാലോ, എനിക്ക് ആരുമില്ല. ആകെയുള്ള പ്രതീക്ഷ നീയാ. നീ എന്നെ വിട്ട് പോകരുത്. എനിക്ക് വീട്ടുകാരെ ധിക്കരിച്ച് നിന്നോട് അറിയാൻ പറ്റില്ല. നമ്മുടെ ബന്ധത്തിന് വീട്ടിൽ ഇഷ്ടമല്ല. എനിക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. ജീവൻ നീ ആലോചിച്ചിട്ടാണ് നീ പറയുന്നത്. അതെ, പേരൻസ് ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അതിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് പോകണം. ഇനി ജനലിക്കുടങ്ങാൻ കയറിയോ? ലാച്ചോടാ നിന്നെ ഞാൻ. അതെ, എന്താ നമ്മളെന്തിനാ വിളിച്ചിരിക്കുന്നേ? എന്നെ കളി കൊടുക്കയില്ലേ? അവനിതിലെ കൂടെ കറങ്ങി നടപ്പുണ്ട്. സോ അതുകൊണ്ട് മിണ്ടാതിരിക്കണം, കേട്ടല്ലോ? ഓക്കേ. ഇവിടെ എവിടുന്നോ ആണല്ലോ ശബ്ദം കേട്ടത്. ആഹാ, കാറിന്റെ പുറയിൽ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ശരിയാക്കി തരാടാ. എന്താ അത്? ലോഡ് നീ എത്ര പറ്റത്തില്ലടാ കളി കൊടുക്കും. ഷൂട്ട്. യോ, ഇത് ഞാനടാ പട്ടി. നീ എന്താ ഇവിടെ? ഇതാ പറയുന്ന കൊടുത്ത കൊല്ലത്തും യവൻ എന്താ ഇവിടെ? വീട്ടിലെല്ലാത്തിലും പ്രാന്തമുള്ളത് ദൈവമേ. പിരിയുകയോ നീ വിട പറയുകയോ എൻ നിലവുകളിൽ എന്നും നീ സഖി. അറിയുകയോ ഞാനിന്നറിയുകയോ ഈ വിജനതയിൽ ഞാനിന്നേകനായി. പിരിയുന്നിലകളായി വാടും പൂക്കളായി മണ്ണിനഴകേതാരെന്തിനായി വന്നു. ഇതളുകൾ പൊഴിയവേ കനവുകളകലവേ മനമിതു മുറിയവേ മിഴികൾ നിറയവേ മിഴിയിൽ കുളിരേകാൻ കാറ്റുമറന്നു എന്നും മിഴിയിൽ കുളിരേകാൻ കാറ്റുമറന്നു. ഓ എന്തോ എന്തുവാടി ശബ്ദം കേട്ടെ? അങ്ങോട്ട് പോയി നോക്ക് മനുഷ്യ, നിങ്ങളുടെ പിള്ളേർ ചിലപ്പോ ഈ വീട് കത്തിച്ച് കാണും. അതിന് ചാൻസ് ഉണ്ട്. അയ്യോ, ഇവനെ ആരാ ഇവിടെ കുരിശ് തറച്ച് പൊളിട്ടേക്കുന്നത്? ഇവനെങ്ങനെ ഇവിടെ വന്നേ? നീ വാ. അയ്യോ, ചത്തെന്ന് തോന്നുന്നു. ദൈവമേ, എടി എടുക്ക്. എനിക്കങ്ങ് വയ്യ, എനിക്ക് നടുവേദനയാ. പിടിക്കടി. ചുള്ളിക്കമ്പ് പോലെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വെക്കുവോ? പ്ലാവൻ തടിയുടെ വെയിറ്റ് ആണല്ലോ. നീ എന്തുവാടി ഇവന്റെ തിന്നാൻ കൊടുക്കുന്നേ? ഓ, ഒന്നും കാണുന്നില്ല. അതെ, ഞാൻ ഈ ജീനെ ഇതുവരെ കണ്ടിട്ടില്ല. അവളെ കണ്ട എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അതെ എങ്ങനെ ഇരിക്കും. ആ, ചോദിക്കണ്ടായിരുന്നു. ഇങ്ങോട്ട് കുത്തിച്ചാര അവിടെ ഇരിക്കട്ടെ. എടി, നീ ഡോർ അടയ്ക്കാഞ്ഞിട്ടാ. വല്ല കള്ളനും കയറിയതായിരിക്കും. പിന്നെ ഡോർ തുറന്നല്ലേ കള്ളം കയറുന്നു. പിന്നെ ഓടി പൊളിച്ചാണ് കള്ളം കയറുന്നത്. അതെ, ശരിയാണല്ലോ, ഓടി പൊളിച്ചാണല്ലോ കള്ളം കയറുന്നത്. അതെ, ഓടൊക്കെ നമുക്ക് പിന്നെ പൊളിക്കാം. ചേട്ടന് ജീവനുണ്ടോ നോക്കി. നിനക്ക് അഷ്റഫിനെ എങ്ങനെ പരിചയം? അവന് നീ തമ്മിൽ എന്തോ ബന്ധം? അത് എടി, ഞാൻ ലാബ് വരെ പോയിട്ട് വരാം. ഹായ് ബ്രോ, എവിടെ പോണ്? തൂഫാൻ തൂഫാൻ ഇടി മിന്നെ. എടി, നീ ഇവിടെ നിൽക്കുവാണോ? അപ്പൊ അവൻ ആരോടെ ലൈബ്രറിയിലോട്ട് വന്നോണ്ടേ? ആ, അവനെന്തേ? അവന്റെ ലൈബ്രറിയിൽ. ഞാൻ വിചാരിച്ചു നീ ആയിരിക്കുമെന്ന്. ലൈബ്രറിയിലോ? അയ്യോ, ഇവളല്ലായിരുന്നു. എടി, പോവല്ലേ പോവല്ലേ പോവല്ലേ. നീ ഇങ്ങനെ എന്നോട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്തോ കേട്ടാ? ഞാൻ അവിടെ കൂടെ. വീട്ടിൽ എടി, നീ എന്തോ പറഞ്ഞിട്ട് ഈ കളി തുള്ളി നീ പോകുന്നു? ഒന്നും പറയണ്ട. എന്നാ നീ പോടി. നീ പോയാടി പുല്ലാടി പുല്ല്. നിന്നെ അത് നിന്നെ ഇന്ന് ഞാൻ എറിയരുത്. നീ കേസി പ്രൈഡ്. ഇവനെ ഞാൻ ഇന്ന് അല്ലെങ്കിൽ വേണ്ട. അക്കു, ആദ്യം വേണ്ട, ആദ്യം വേണ്ട, ആദ്യം വേണ്ട. ഡി, ദേ അവൻ വരുന്നു, നമുക്ക് പോവാം. ബാ. എന്തായി പോയിട്ട്? എല്ലാം സെറ്റായി. ഞാൻ പോവാ. അവള് വന്നോളൂ. വാടാ പോവാം. അപ്പൊ നമ്മൾ ഇനി കാണും. അറിയില്ല.
ഗുഡ് ലക്ക്. താങ്ക്സ്. എടാ, അന്ന് സ്കൂളിൽ വെച്ച് നീ പറഞ്ഞില്ലേ അതൊക്കെ വെറും ടൈം പാസ് ആയിരുന്നെന്ന്. അത് പക്ഷെ ഞാനിതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരുന്നു. അന്ന് നിന്നെ അവളെയും കൂടെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാനാകെ തെറ്റിദ്ധരിച്ചു. സോറി. അയ്യോ ആരാ? ഞാനോ? ഞാൻ നിന്നെ തന്ന അംബുജാക്ഷൻ നായർ കേട്ടറാ. അവളെന്തി? ആര്? എന്റെ ചേച്ചി എന്ന് പറഞ്ഞവള്. അവളകത്തുണ്ട്. ഇന്നവളെ ഞാൻ കൊല്ലും. അവളും അവളുടെ ഒരു ബംഗാളി വെട്ടോളാ നിന്നെ ഞാൻ. വന്നേ വന്നേ. എടാ എന്തുവാടാ? തലർച്ചയും വരുന്നുണ്ടാ. നീ വരുന്നില്ല? ഞാൻ വരുന്നില്ലടാ, എനിക്ക് ആദ്യം ഒന്ന് കാണണം. എടാ ആ വിളിക്കണേടാ. വിളിക്കാടാ. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധം? അവന്റെ ഒരു ബീഡി നിന്നെ ഞാൻ വലിപ്പിക്കാം. എടാ, നീ എന്താ കാണിച്ചേ? നീ എന്തിനാ അവനെ അടിച്ചേ? നിന്നെ അടിക്കണ്ട അടിയായത്. അവൻ ചത്തോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ചാവുന്നേ ചാവട്ടെ. നിക്ക് ഞാനും വരുന്നു. രാത്രി മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് എടി നിന്നോട് ആരാ പറഞ്ഞ ഈ രാത്രി ശബ്ദം കേട്ട് എഴുന്നേക്കാന്? നിങ്ങളുടെ പിള്ളേർ ഈ വീടിന് തീ വെക്കണ്ടെന്ന് കരുതിയ ഞാൻ എണീറ്റത്. എല്ലാത്തിനും പിടിച്ച് പൂട്ടി വേണം. ഇങ്ങനെയുള്ളതിനൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. അത് ഞാൻ മാത്രല്ല ഇവള്. പുല്ല് തലയ്ക്കൊരെണ്ണം കീറാന്ന് വെച്ച് വന്നതാ. ഇനിയിപ്പോ ഇവിടെ കീറിയിട്ടും കാര്യമില്ല. അത് പിന്നെ അത് അങ്ങനെ പറഞ്ഞപ്പോ ശ്ശേ, വല്ല കാര്യമുണ്ടോ നോക്ക്. നാക്കിന് ലൈസൻസ് വേണം. ഒരാവശ്യമില്ലായിരുന്നു. ഇവിടെ ജനിക്കണ്ടായിരുന്നു. പുല്ല്, ഒരു പൊട്ടൻ തന്തയും അതിനൊത്തൊരു തള്ളയും, രണ്ട് കിടുങ്ങാമണി അനിയന്മാരും. പുല്ല്. ജീനയും പോയി, ആകെയും പോയി, ഞാനും പോവാ. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോവാ. എങ്ങോട്ട് പോവാൻ? പോടി. നിങ്ങളുടെ വഴിക്കിന് എന്ത് തീരുമാനമാകുന്നോ അന്ന് ഈ വീട്ടിലോട്ട് വരണ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ കൊറേ പോവും. അവന്റെ പാറ്റ. ചേച്ചി നീ പോടാ. ശ്ശേ, സമാധാനമായല്ലോ. അതിന് ഞാനെന്താ പറഞ്ഞു? തേങ്ങാക്കൊല. പിള്ളേരുടെ മുമ്പ് വെച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എവളെ ഞാനിന്ന് അയ്യോ, ഇവൻ ശരിക്കും ചത്തോ? ഡാ ഡാ, ഹായ് ബീഡി. ഇത്രയും പണിയുണ്ടാക്കി വെച്ചിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. ഡാ മിണ്ടരുത്. ഞാൻ ചോദ്യം ചോദിക്കും, നീ ഉത്തരം പറയും. എളുപ്പമുള്ള ചോദിക്കണം. ചോദിക്കാടാ, ഞെട്ടില്ല വട്ടയില്ല. പപ്പടം. ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസം? 28. ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24. അപ്പൊ അവരെങ്ങോട്ടാ പോയെ? ചെന്നൈക്ക്. ചെന്നൈക്കാ? ആ എപ്പാ? 1 മണിക്ക് ചെന്നൈ എക്സ്പ്രസ് S1 17:18. അയ്യോ, ഇത് പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാവേ. പോലെ ഞാനും വരുന്നു. ഹലോ അളിയാ. എന്റെ പൊന്നു ഇത് എന്തുവാണോ? എടാ അവള് ഞാനോട്ട് ഉടക്കിട്ട് പോയി കുളത്തിൽ ചാടിയടാ. മനസ്സിനോടെ ചാവാൻ തൊലിയാൻ നിൽക്കുമ്പോൾ അവൻ്റെ അമ്മൂടെ കോപ്പിൽ ഒരു പ്രേമവും അളിയാടാ, അത് റോസ്. ഒരു കുളത്തുചാട്ടവും കട്ടിയില്ല. വെച്ചിട്ട് പോണം. ഞാൻ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു, അതിനാണ് അവൾ ഇറങ്ങിപ്പോയത്. ദേഷ്യം വരുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് നിങ്ങളാ ഈ വിഷയം മൊത്തം ഉണ്ടാക്കി. ആടി എല്ലാ വിഷയം ഉണ്ടാക്കുന്നത് ഞാനാ. നീ അതോടെ എന്റെ തലേ വെച്ചോ. അഫ്ഗാനി ബോംബിട്ട ഞാനാടി. കുറെ നേരെ തുടങ്ങിയിട്ട് ഉണ്ടാതിരടാ. ഇവിടെ വലിയവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിനക്കെന്താ കാര്യം? നീ ബോഡിന്നോ? എടാ കുരുപ്പേ ഒരെണ്ണം വെച്ചാന്നുണ്ടല്ലോ. ഏറെന്നാണല്ലോ. എറിയല്ലേ കണ്ടോടി, മൊട്ടേന്ന് ഉരിയാത്ത കുരുപ്പിന്റെ വായിന്ന് വന്നത്. ആ കണ്ടു. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാനാ? എടി പിള്ളേരായ മര്യാദയ്ക്ക് വളർത്തണം. പിള്ളേരെ നേരെ വളർത്തുന്നതേ എന്റെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, നിങ്ങൾക്കും ഉണ്ട് ഉത്തരവാദിത്വം. ഒന്ന് നിർത്തോ. നിങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലിപ്പറിച്ചിട്ട് ഒരു കാര്യമില്ല. അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളെ രണ്ടിനെ ആദ്യം തരണം. നീ ഏതാ ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഇടപെടാൻ? നിങ്ങളിവിടെ അടിയുണ്ടായിക്കൊണ്ടിരുന്നു. അവളുടെ കാമുവിന്റെ കൂടെ ചെന്നൈക്ക് പോവാന്ന്. അയ്യോ, ഞാൻ ഏതാണ് പറഞ്ഞെന്ന് പറഞ്ഞ അവള്. അവിടെ ഇരുന്നു, അവള് പോയി. പോയി. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവളുടെ കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ഏത് ഇയർ ആയി, എത്ര വയസ്സായി, അവളുടെ ബർത്ത്ഡേ എന്ന്? അവളുടെ എന്റെയൊക്കെ ബർത്ത്ഡേ ഇരിക്കുന്ന കുരിപ്പിന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ഇല്ല, കാണൂല. നിങ്ങളിവിടെ ബിരിയാണിക്ക് ഉപ്പ് കുറഞ്ഞതും വീടിന്റെ കഥ തുറന്നിട്ട് പൂച്ചയും പട്ടിയും കിടതൊക്കെ ആലോചിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? അയ്യോ പട്ടി. അയ്യോ അടിക്കല്ലേ. അയ്യോ കള്ളൻ. കള്ളനല്ല, ബംഗാളിയാ. നീയായിരുന്നു? നീ എന്താടാ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം, നീ വന്നേ. മോനെ എടാ, നീ അവളെ പോയി വിളിച്ചോണ്ട് പോവാ.
അതിന് തന്നെ പോകുന്നത്. മോനെ നമുക്ക് ഒട്ടും മനക്കെട്ടിയില്ല. ഓ അയ്യോ, മനക്കെട്ടിയുള്ള 2 പേര്. അതുകൊണ്ട് എങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ ഇറങ്ങി പോകാൻ തോന്നുന്നത്? അതെ, ജീവിതത്തിൽ ഇനി എന്തോരം പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയാണെങ്കിൽ തോറ്റു പോകത്തതേ ഉള്ളൂ. ലോകത്ത് ഒരുപാട് തരത്തിലുള്ള തോൽവികളുണ്ടമ്മേ. കുറേയൊക്കെ എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. വാടാ, ബാക്കി ഞാൻ വന്നിട്ട് വരാം. അത് നിങ്ങളെയാ. ഇങ്ങോട്ട് വാടാ. അവിടെ എന്താ ഒരു പുക? പുല്ല് ട്രെയിൻ വന്നിറങ്ങി ഇവിടെ നിന്ന് പോവായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ട്രെയിനും ഇല്ല. ഇത് നീ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ദൈവമേ, റെയിൽവേ സ്റ്റേഷനങ്ങ് കത്തിയോ? ഇവനെന്താ ഇവിടെ? ഇത് ആതിരയല്ലേ? ഇവളെന്താ ഇവിടെ? ഹായ്, നീ എന്താ ഇവിടെ? ഇവൻ പോയില്ലേ? ഞാൻ അങ്ങോട്ട് വരാം. ട്രെയിൻ അടിച്ച് ഇവനെന്താ ചാടി ചാവാൻ പോണോ? എടാ, ആത്മഹത്യ ഒന്നൊരു പരിഹാരമല്ലടാ. നീ എന്താ ഇവിടെ? അത് ഞാൻ ജീന എവിടെ? അവള് വരില്ല. ഫാമിലി ഇട്ടിട്ട് വരാൻ അവൾക്ക് പറ്റില്ലെന്ന്. ഫാമിലി എന്താണെന്നറിയാത്ത എനിക്കത് മനസ്സിലാവില്ലെന്ന്. അല്ലെങ്കിൽ എന്നെയൊക്കെ വിശ്വസിച്ചാര് വരാൻ? നീ എന്താ അങ്ങനൊക്കെ പറയുന്നേ? അതുകൊട്ടെ, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ അതെ, നിങ്ങൾ പറഞ്ഞത് മോക്ക് ഫീൽ ആയെന്ന് തോന്നുന്നു. നിങ്ങൾ അവളെ ഒന്ന് വിളിച്ചേ. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതാ. നീ എന്തോ പരിപാടി കാണിച്ചേ? എനിക്ക് അറിഞ്ഞുകൂടാ, മടുത്തു. ഈ ചെറിയ കാര്യത്തിനാണോ ഈ നാട് വിടാൻ പോകുന്നത്? എനിക്കിതൊരു ചെറിയ വിഷയമല്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നീ എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ ഇനി അങ്ങോട്ടില്ല. നീ ഇങ്ങനൊന്നും പറയല്ലേ, അതിനെന്തുമാത്രം വിഷമിക്കും. വേണ്ടായിരുന്നു, ഇങ്ങനൊരിടത്ത് ജനിക്കണ്ടായിരുന്നു. നിന്നെ പോലെ ആയാൽ മതിയായിരുന്നു. അതാകുമ്പോ ഇങ്ങനൊന്നും കേൾക്കണ്ടല്ലോ. പെട്ടെന്നുള്ള ദിവസം ഇങ്ങനൊന്നും പറയല്ലേ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല. അതില്ലാതെ നമ്മളെ അറിയൂ. എനിക്കറിയാവുന്നോട് പറയാം. ഒന്ന് വിളിക്കല്ലേ? വിളിക്ക്. ഞാനോ? നീ സംസാരിക്കേ. ഞാൻ എങ്ങനെ സംസാരിക്കുന്നേ? ഹലോ, എന്താ? എവിടാ നീ? ഞാൻ എവിടെ നിങ്ങൾക്ക് എന്താ? ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, പോരെ? എന്താ പറഞ്ഞേ? അതിനെ ഞാൻ പറയുന്നേക്ക്. ഇപ്പോഴത്തെ ദേശത്തിന് പെട്ടെന്നെടുത്ത തീരുമാനമല്ലേ. അതാണ് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയാലോ. ബാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എൻ്റെ ട്രെയിൻ വരാൻ കുറച്ചുകൂടെ സമയമുണ്ട്. നീ നാട് വിട്ടു പോലെ. നാളെ ഇത് തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നിയാലോ? എനിക്ക് ആരുണ്ട്? അതുപോലാണോ നീ? ഇനി ആരും വരില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ആരും വേണ്ടെന്നൊരു തോന്നൽ. ആരെങ്കിലും വന്നാലോ? വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ നോക്കാം. ഞാൻ വരട്ടെ? സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഞാൻ വരട്ടെ? ഐ ലവ് യു. ഹലോ ഹലോ മോളെ, ഞാൻ അച്ഛനാ. എടി മോളെ, ഞാൻ അന്നേരത്തെ എന്തോ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ. ഞാൻ പോവാ, എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ. അങ്ങോട്ട് ഇനി വരൂല. എന്തോ പറഞ്ഞു? അവൾ ആരാണ്ട് കൂടെ പോവാന്ന്. എടി നീ കളിക്കല്ലേ. നീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാനും വരുവാ നിന്റെ കൂടെ ചെന്നൈക്ക്. എടി നീ ഇപ്പോൾ വീട്ടിൽ പോകണം. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറ, അല്ലാതെ വെറുതെ. പണ്ടത്തെ ദേഷ്യമൊക്കെ നിന്റെ മനസ്സിൽ ഇപ്പോഴും കാണും. എടി നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ. പിന്നെ നമ്മളിപ്പോൾ എവിടെ നിന്ന് പോകുന്നു? അതിൻ്റെ പേരിൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും കടുക ചെയ്താ നീ എന്ത് ചെയ്യും? അതിൻ്റെ ദുഃഖം കൊണ്ട് ജീവിതകാലം മുഴുവൻ നീ നടക്കണ്ടേ? അല്ലാതെ നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ എന്നെ ഇഷ്ടാണല്ലേ? നീ നാട് വിട്ട് വലിയ റോക്കി ബായ് ആവാൻ പോയതാ? ഏറെക്കുറെ. എടാ, അത് ചെന്നൈയിൽ എനിക്ക് നെക്സ്റ്റ് വന്ന് ജോബ് സെറ്റ് ആയിട്ടുണ്ട്. നീ ഇപ്പോൾ വീട്ടിൽ പോ, നമുക്ക് വഴക്കൊക്കെ സെറ്റാക്കാം. നീ എങ്ങനെ ശരിയാക്കും? അതൊക്കെ ഉണ്ട്, നീ ഇപ്പോൾ പോ. ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. ചെന്നൈ കാണാൻ ഇനി ഒരുമിച്ച്, വീട്ടിലെ കാണാൻ ഇനി ഒരുമിച്ച്. ഒരു ട്രെയിനില്ലേ ഇപ്പം അങ്ങോട്ട് പോയത്? അതിലും കാണും കയറി പോയോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ അല്ലേടാ പൂത്തക്കട പറഞ്ഞ അവരോട് ഉണ്ടോ? അവർ ചിലപ്പോൾ പോയി കാണൂടാ. ഹലോ ഹലോ, വീട്ടിലോട്ടാ? അതെ വരുന്നു. എന്താടാ? പാടാ കടയിൽ തമ്മൽ നീരതിന്റെ പടമല്ല. പെട്ടെന്ന് കുഞ്ഞ കാലി പോയെന്നാ വിചാരിച്ചേ. പിന്നെയും തിരിച്ച് വീട്ടിൽ ചെന്നു. അടി കിട്ടുമോ? എന്നെ കടിയിട്ടാ ഞാൻ നോക്കോളാം. പോരെ, വാ നമുക്ക് മതിൽ വഴി കയറാം. എൻ്റെ പൊന്ന് കിഴങ്ങി, ഇത് നിന്റെ വീടാ. നമ്മൾ തമ്മിൽ വഴക്കായത് കാരണം അവൾ ഇറങ്ങി പോയത്. ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു. അവളെ ഒന്ന് തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു. അതെ, ഇങ്ങോട്ട് മനുഷ്യ, ഞാൻ എടുക്കാം.
ഹലോ. ഫോൺ സ്പീക്കറിലിട്. ഇവളാരാ കളക്ടർ? രണ്ടുപേരോടും കൂടി ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ തിരിച്ചു വരാം, പക്ഷേ നിങ്ങൾ ഇനി തല്ലുണ്ടാക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോവും. ഇല്ല, ഞാനായിട്ട് ഇനി വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. പറ്റത്തില്ല, രണ്ടുപേരും പറയണം. ഞങ്ങൾ ഇനി ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. എനിക്കൊരാളെ ഇഷ്ടമാണ്. അതാരാ? ഏത് തെണ്ടിയെ വേണേലും നിനക്ക് ഞാൻ കെട്ടിച്ചു തരാം. എന്നാ കെട്ടിച്ചതാ? മുന്നിലോട്ട് ഓടാ, പേടിത്തൂറി. ഞാനല്ല, നിങ്ങളുടെ കേറി വാടാ, നിന്ന് നിരക്കാം. പിന്നെ എനിക്ക് വന്നിട്ട് അടി കിട്ടാൻ അപ്പളേ പറഞ്ഞേ വേണ്ട വേണ്ട. അയ്യോ, ബംഗാളി. ഇവനാ ബംഗാളി അല്ലയോ? ഞാൻ ബംഗാളിയൊന്നുമില്ല. അതൊക്കെ അവന്റെ അടവാ. ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഗുഡായി പറക്കാവൻ. ഈ മാങ്ങണ്ടി ഇത് എവിടെ നിന്ന് ഓ, അപ്പൊ എല്ലാം കൂടെ അറിഞ്ഞോണ്ടുള്ള പണിയാണല്ലേ? അപ്പൊ എല്ലാരും കൂടെ ഞങ്ങളെ കൊട്ടന്മാരായിരുന്നു. അപ്പൊ ഇതല്ലേ? എടി, ഞാൻ അന്നേരേ പറഞ്ഞ പിള്ളേരായി അടിച്ചു വളർത്തണമെന്ന്. അതിപ്പോ എന്റെ കുഴപ്പം. അല്ലടി, എന്റെ കുഴപ്പമാ. പിന്നെയും ചങ്കരൻ തെങ്ങയില്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഇത് പിന്നെ തുടങ്ങി. പറച്ചിലിടത്തൊന്നും നീ ഒറ്റ ഒരുത്തനാ. മര്യാദക്ക് അന്നേരം ഇവിടെ സ്ഥലം വിട്ടാ മതിയായിരുന്നു. അല്ല ഞാൻ മിണ്ടരുത്. ഞാൻ മിണ്ടി. ഇത് മൊത്തം ഞാൻ സഹിക്കണം. ദേ മനുഷ്യ, നിങ്ങളുടെ ചാട്ടം വെച്ചിട്ട് പോവാടി, ഞാൻ ചാടി ചാടി പോവാ അങ്ങ് ലങ്കയിലോട്ട്. ഞാൻ ഹനുമാനാടി, ഹനുമാന്. പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ എടി, മുഖം പോടി. നീ പോടാ. അല്ലപ്പ ഞാന് നീ ഒന്നും പറയണ്ട. ഞാൻ അപ്പഴേ ഏത് പറഞ്ഞതാ, നേരത്താണോ? ഞാൻ പോവാം. മര്യാദക്ക് അവിടെ അങ്ങ് പോയാ മതിയായിരുന്നു. നിന്റെ ഒടുക്കത്തെ ഡയലോഗ്. ഞാൻ വരട്ടെ. എല്ലാത്തിനും കാരണം തേണ്ടി. നീ എന്നോട് പറഞ്ഞാലേ ശരിയാക്കി തരാം. അയ്യോ, അയ്യോ, എന്നെ കെട്ടിയവൻ. അയ്യോ, കള്ള തൊന്ത. തന്നെ ഇന്ന് ഞാൻ ഞാൻ പോകും. ഇതിന് പറ്റൂടാ. സേഫ്റ്റി നോക്കിയാൽ മികിലേ. ഇവർ രണ്ടുപേരും അല്ല, നീ ഒറ്റ എടുത്തിന് എല്ലാത്തിനും കാരണം. അല്ലടാ, ഞാനാ. നീയൊക്കെ എന്തൊക്കെയാടാ ഈ വീട്ടിൽ കയറി കാണിച്ചു കൂട്ടി? ഇതൊക്കെ എന്ത്? പണ്ടെന്റെ കൂട്ടുകാരനെ കെട്ടഴിച്ച് വിടാൻ പോയി, പിന്നെ അപ്പുറം ഉണ്ടായിരുന്നു. അപ്പോഴായത് അതൊക്കെ പോട്ടെ, നിനക്ക് ഈ മാവ് എവിടുന്നാ കിട്ടിയേ? അവിടെ നിന്ന് കിട്ടിയതാ. അന്ന് എന്റെ കൂടെ കൂടിയതാ ശവം. ചെന്നൈ പോകുന്നതിന് മുമ്പ് അവരെ ഒന്ന് വിളിക്കണം എന്തായാലും. പറഞ്ഞു തീർന്നേ ഉള്ളൂ. 100 വയസ്സ്. 2 വിളിക്കുന്നു. ഹലോ,